ബിജെപിയും RSSും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ഹൈജാക്ക് ചെയ്യുന്നുവെന്ന് രാഹുൽ ഗാന്ധി. വെള്ളാപ്പള്ളി നടേശനെതിരെ രൂക്ഷ വിമർശനവുമായി CPM. വെള്ളാപ്പള്ളിയും കുടുംബവും RSS വൽക്കരിക്കപ്പെടുന്നു. SNDPയിലെ ഒരു വിഭാഗം BJPക്ക് വേണ്ടി ഇടപെട്ടു. നാരായണ ഗുരുവിന്റെ ദർശനത്തെ ഉയർത്തിപ്പിടിച്ച് രൂപം കൊള്ളുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന പ്രസ്ഥാനമാണ്. എന്നാൽ തുഷാർ വെള്ളാപ്പള്ളി PDJSന്റെ രൂപീകരണത്തോടുകൂടി BJP ആസൂത്രിതമായിട്ട് പ്ലാൻ ചെയ്ത ഈ ജനവിഭാഗങ്ങളിലേക്കുള്ള കടന്നുകയറ്റത്തിന്റെ അജണ്ട അവർ പതിറ്റാണ്ടായിട്ട് കൈകാര്യം ചെയ്തു വരികയാണ്. ജനങ്ങളുടെ മനോഭാവം മനസ്സിലാക്കാൻ സാധിച്ചില്ലെന്ന് MV ഗോവിന്ദൻ. ജനങ്ങൾക്ക് കൃത്യതയോടുകൂടി നൽകേണ്ടുന്ന നിരവധി കാര്യങ്ങൾ, പെൻഷൻ ഉൾപ്പെടെ, അധ്യാപകർക്കും ജീവനക്കാർക്കും നൽകേണ്ടുന്ന DA ഉൾപ്പെടെ, അങ്ങനെ നൽകേണ്ടിയിരുന്ന നിരവധി അവരുടെ അവകാശപ്പെട്ട ആനുകൂല്യങ്ങൾ കൃത്യതയാർന്ന രീതിയിൽ നൽകാനായില്ല എന്ന ഈ സാമ്പത്തിക പ്രതിസന്ധിയുടെ പ്രശ്നം മുഖ്യമന്ത്രി എന്തിന് ശൈലി മാറ്റണമെന്നും CPM സംസ്ഥാന സെക്രട്ടറി. തദ്ദേശ തെരഞ്ഞെടുപ്പിന് പ്രത്യേക മിഷനുമായി KPCC. ക്ലസ്റ്ററുകൾ തിരിച്ചു പ്രവർത്തിക്കും. ചുമതല മുതിർന്ന നേതാക്കൾക്ക്. വിജയത്തിൽ മതിമറക്കരുതെന്നും നേതൃത്വം. UDF യോഗത്തിൽ പ്രസംഗിക്കാൻ അവസരം ലഭിക്കാത്തതിൽ ചെന്നിത്തലയ്ക്ക് നീരസം. പ്രതിപക്ഷ നേതാവിന്റെ വിരുന്നിൽ പങ്കെടുത്തില്ല. OR കേളു പിണറായി മന്ത്രിസഭയിലേക്ക്. പട്ടികജാതി പട്ടികവർഗ ക്ഷേമ മന്ത്രിയാകും. സത്യപ്രതിജ്ഞ ഞായറാഴ്ച നടന്നേക്കും. പ്രവർത്തിക്കുമ്പോൾ വളരെ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കണമെന്ന ഒരു താല്പര്യമാണ് എന്നെ സംബന്ധിച്ചുള്ളത്. ആദിവാസികളെ സംബന്ധിച്ച് ഇപ്പോൾ വനത്തിൻ്റെ ഉള്ളിലും വനേതരങ്ങളിലും ഒക്കെയാണ് അവർ താമസിക്കുന്നത്. ഒരുപാട് പ്രയാസങ്ങൾ വന്യമൃഗശല്യവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അവർ അനുഭവിക്കുന്നുണ്ട്. അത്തരം കാര്യങ്ങൾക്കൊക്കെ ഒരു പരിഹാരം കാണണമെന്ന് വിചാരിക്കും. ദേവസ്വം വകുപ്പ് VN വാസവന്, MP രാജേഷിന് പാർലമെന്ററി കാര്യ വകുപ്പ്. നാട്ടിലെ ഏറ്റവും പാവപ്പെട്ടവൻ സാധാരണക്കാരനും അനാഥാലയങ്ങൾക്കും ചാരിറ്റി ഹോംസിനും പണം അങ്ങോട്ട് കൊടുക്കുന്നവരാണ്. എങ്ങനെയാണ് സാർ മുഖ്യമന്ത്രിയുടെ മകൾ ഒരു അനാഥാലയങ്ങളിൽ നിന്നും മാസാമാസം വീണ വിജയനെതിരെ പുതിയ ആരോപണവുമായി മാത്യു കുഴൽനാടൻ. അനാഥാലയങ്ങളിൽ നിന്നും വീണ മാസപ്പടി കൈപ്പറ്റിയെന്ന ആരോപണം. സമൂഹ മാധ്യമങ്ങളിൽ കയ്യടി കിട്ടാനാണ് വിഷയം ഉന്നയിക്കുന്നതെന്ന് സ്പീക്കർ. മാത്യുവിന്റെ മൈക്ക് ഓഫ് ചെയ്തു. ചട്ടവും ക്രമവും പാലിക്കാത്ത ഒരു കാര്യവും സഭാരേഖയിൽ ഉണ്ടാവില്ല. ചട്ടവും ക്രമവും. DLF ഫ്ളാറ്റിലെ വെള്ളത്തിന്റെ സാമ്പിളുകളിൽ കോളിഫോം ബാക്ടീരിയയെ സ്ഥിരീകരിച്ചു. സൂപ്പർ ക്ലോറിനേഷൻ നടത്താൻ ആരോഗ്യവകുപ്പ്. പൊതുജനാരോഗ്യ നിയമം കർശനമാക്കുമെന്ന് മന്ത്രി വീണ ജോർജ്. മലപ്പുറത്ത് 9 വയസ്സുകാരന് ദാരുണാന്ത്യം. അടുത്ത വീട്ടിലെ റിമോട്ട് കൺട്രോൾ ഗേറ്റിനുള്ളിൽ കുടുങ്ങി മരണം. മരിച്ചത് അബ്ദുൾ ഗഫൂർ സജില ദമ്പതികളുടെ മകൻ മുഹമ്മദ് സിനാൻ. അടിമാലി 60-ാം മൈലിൽ ആനയുടെ ആക്രമണത്തിൽ 2ാം പാപ്പൻ മരിച്ചു. മരിച്ചത് കാസർഗോഡ് നീലേശ്വരം സ്വദേശി ബാലകൃഷ്ണൻ. വാർത്തയിലേക്ക് വിശദമായി. ഡൽഹി മദ്യനയ കേസിൽ കേജ്രിവാളിന് ജാമ്യം. ഡൽഹി റോസ് അവന്യൂ കോടതിയാണ് ഉപാധികളോടെ ജാമ്യം അനുവദിച്ചത്. ജാമ്യം നൽകരുതെന്ന EDയുടെ ആവശ്യം കോടതി തള്ളി. അറസ്റ്റിലായി നാളെ 3 മാസം തികയാനിരിക്കെയാണ് കോടതി ജാമ്യം അനുവദിച്ചത്. കിരൺ ബാബുവിന്റെ റിപ്പോർട്ടിലേക്ക്. ഒരു ജാമ്യമാണ്. രാജ്യത്തെ പ്രധാനപ്പെട്ട പ്രതിപക്ഷ കക്ഷികളെല്ലാം ആവേശപൂർവ്വം നോക്കുന്ന ഒരു ജാമ്യം കൂടിയാണ് ഇന്ന് അരവിന്ദ് കെജ്രിവാളിന് ലഭിച്ചിരിക്കുന്നത്. ഡൽഹിയിലെ വെക്കേഷൻ കോടതി, റോസ് അവന്യൂ വെക്കേഷൻ കോടതിയാണ് ഇപ്പോൾ ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന് 1 ലക്ഷം രൂപ ബോണ്ടിലാണ് ജാമ്യം. നാളെ അരവിന്ദ് കെജ്രിവാൾ പുറത്തിറങ്ങും. ജാമ്യം ഉത്തരവ് കിട്ടിയാൽ നാളെ തന്നെ പുറത്തിറങ്ങുമെന്നുള്ള സൂചനകളാണ് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. ഉത്തരവ് ഇതുവരെയും ഔദ്യോഗികമായി ലഭ്യമായിട്ടില്ല. ഇന്ന് രാത്രിയിലോ അല്ലെങ്കിൽ നാളെ രാവിലെ ഉത്തരവ് കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും നാളെ തന്നെ അരവിന്ദ് കെജ്രിവാൾ പുറത്തിറങ്ങും. മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിലാണ് ED അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത്. അരവിന്ദ് കെജ്രിവാൾ ഡൽഹി മുഖ്യമന്ത്രി എന്ന നിലയിലും ആം ആദ്മി പാർട്ടിയെയും ഈ കേസിൽ പ്രതി ചേർത്തിട്ടുണ്ട്. ആം ആദ്മി പാർട്ടിയുടെ കൺവീനർ എന്ന നിലയിൽ കൂടിയാണ് അദ്ദേഹത്തെ പ്രതി ചേർത്ത് അറസ്റ്റ് ചെയ്തത്. അദ്ദേഹം 50 ദിവസത്തോളം ആദ്യം ജയിൽ കിടന്നു. മാർച്ച് 21-നാണ് അദ്ദേഹം ജയിലിലേക്ക് പോയത്. പിന്നീട് അദ്ദേഹം മെയ് 10-നാണ് സുപ്രീം കോടതി അദ്ദേഹത്തിന് ജാമ്യം അനുവദിച്ചത്. അത് അദ്ദേഹത്തിന്റെ ജാമ്യാപേക്ഷയിലായിരുന്നില്ല. അദ്ദേഹം സുപ്രീം കോടതിയിൽ വിഷയം ചൂണ്ടിക്കാട്ടി നൽകിയ ഹർജിയിലായിരുന്നു അദ്ദേഹത്തിന് ജാമ്യം അനുവദിച്ചത്. ജൂൺ 1-ന് ഇന്ത്യയിലെ അവസാന 7ാം ഘട്ട വോട്ടെടുപ്പ് കഴിയുന്ന അന്ന് വരെ അദ്ദേഹത്തിന് ജാമ്യമായിരുന്നു. ജൂൺ 2-നാണ് അദ്ദേഹം മടങ്ങി
ജയിലിലേക്ക് പോയത്. അതിനുശേഷമാണ് നേരത്തെ നൽകിയ വിചാരണ കോടതിയിൽ നൽകിയ ഈ അപേക്ഷ, ജാമ്യാപേക്ഷ ഇപ്പോൾ കോടതിയുടെ പരിഗണനയ്ക്ക് വന്നത്. ആ ജാമ്യാപേക്ഷയിലാണ് ഇപ്പോൾ ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ED അതിശക്തമായി തന്നെ ജാമ്യത്തെ എതിർത്തു. പുറത്തിറങ്ങിയാൽ മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം ഈ തെളിവുകൾ നശിപ്പിക്കാൻ സാധ്യതയുണ്ട്, അതോടൊപ്പം തന്നെ സാക്ഷികളെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്, അങ്ങനെ നിരവധി ആരോപണങ്ങൾ നിരത്തിയിരുന്നു. ഒപ്പം തന്നെ ശക്തമായ തെളിവുകൾ അരവിന്ദ് കെജ്രിവാളിനെതിരെ ഉണ്ട് എന്നും അതിൻ്റെ ശക്തമായ തെളിവുകൾ അന്വേഷണ ഏജൻസിയുടെ പക്കൽ EDയുടെ പക്കൽ ഉണ്ട് എന്നും വാദിച്ചിരുന്നു. പക്ഷേ കോടതി ഇവർ നിരത്തിയ വാദങ്ങൾ അംഗീകരിച്ചില്ല. ആ വാദങ്ങളെ പൂർണ്ണമായും തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. പരീക്ഷാ ക്രമക്കേടുകൾ വിവാദമായ പശ്ചാത്തലത്തിൽ തിരുത്തൽ നടപടികളുമായി കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ്. ദേശീയ ടെസ്റ്റിംഗ് ഏജൻസിയുടെ സേവനം മെച്ചപ്പെടുത്താനും സുതാര്യത ഉറപ്പാക്കാനും ഉന്നതതല സമിതിയെ നിയോഗിക്കുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ അറിയിച്ചു. ഒറ്റപ്പെട്ട സംഭവങ്ങൾ വിദ്യാർത്ഥികളുടെ കരിയറിനെ ബാധിക്കുന്ന സാഹചര്യത്തിലേക്ക് പോകരുത്, വിഷയം രാഷ്ട്രീയവൽക്കരിക്കരുതെന്നും മന്ത്രി പറഞ്ഞു. തൽക്കാലം നീറ്റ് പരീക്ഷ റദ്ദാക്കില്ല എന്നും മന്ത്രി അറിയിച്ചു. സർക്കാർ छात्रों के हितों को सुरक्षित करने के लिए प्रतिबद्ध है। पारदर्शिता के साथ हम कोई समझौता नहीं करेंगे। विद्यार्थियों के हित हमारी प्राथमिकता है, किसी भी कीमत पर उसके साथ समझौता नहीं होगा। नीट परीक्षा के संबंध में हमें बिहार सरकार की ओर से हम लोग लगातार संपर्क में हैं और पटना से हमारे पास कुछ जानकारी भी आ रही है। आज भी कुछ चर्चा हुई है, उसकी डिटेल रिपोर्ट पटना पुलिस उस घटना की तह तक जा रही है, अंत तक जा रही है। उनके पास भी कुछ जानकारी आई है, ये सब आपके सामने भी है और डिटेल रिपोर्ट जल्दी ही वो भारत सरकार को भेजेंगे। प्राथमिक जानकारी के अनुसार कुछ एरर स्पेसिफिक रीजन में सीमित है। मैं आपको विश्वास दिलाना चाहता हूं, पुख्ता जानकारी आने पर दोषियों को कड़ी से कड़ी उनके ऊपर कार्रवाई की जाएगी। NTA हो या NTA में कोई भी बड़ा व्यक्ति हो, जो इसमें दोषी पाया जाएगा, इसके खिलाफ सख्त कार्रवाई की जाएगी। UGC നെറ്റ് പരീക്ഷ കഴിഞ്ഞ ദിവസം റദ്ദാക്കിയിരുന്നു. സമാനമായ രീതിയിൽ മെഡിക്കൽ പ്രവേശനത്തിനുള്ള നീറ്റ് പരീക്ഷയും റദ്ദാക്കുമോ എന്ന ചർച്ചകൾ സജീവമായിരുന്നു. ഏതായാലും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ തന്നെ അക്കാര്യം വ്യക്തമാക്കി രംഗത്തെത്തിയിരിക്കുന്നു. നീറ്റ് പരീക്ഷ റദ്ദാക്കാൻ തൽക്കാലം തീരുമാനമില്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. അദ്ദേഹം അതിന് പറഞ്ഞ കാരണങ്ങൾ, നേരത്തെ നെറ്റ് പരീക്ഷ റദ്ദാക്കിയത് വ്യക്തമായ ആധികാരികമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ്. അത്തരം തെളിവുകൾ ലഭിച്ചതുകൊണ്ടാണ് ആ പരീക്ഷ റദ്ദാക്കാനുള്ള കാരണം. എന്നാൽ നീറ്റ് പരീക്ഷയുടെ കാര്യത്തിൽ അങ്ങനെയല്ല. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമാണ്. അതുകൊണ്ട് തന്നെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവി ആശങ്കയിലാക്കുന്ന സാഹചര്യം ഉണ്ടാവരുത് എന്നും അദ്ദേഹം പറഞ്ഞു വെച്ചു. വിഷയം പ്രതിപക്ഷം രാഷ്ട്രീയമായി സർക്കാരിനെതിരെ ഉപയോഗിച്ചു തുടങ്ങി. വലിയ തോതിൽ വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതിഷേധം സജീവമായി തുടങ്ങി. ABVP അടക്കമുള്ള സംഘടനകളും സർക്കാരിനെതിരെ പ്രതിഷേധവുമായി രംഗത്തെത്തുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. ആ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ തന്നെ ഇക്കാര്യം വ്യക്തമാക്കി രംഗത്ത് വരുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ബീഹാറിൽ 4 വിദ്യാർത്ഥികൾ ഈ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായിരുന്നു. ഈ വിദ്യാർത്ഥികളിൽ നിന്ന് ചില നിർണായക മൊഴികൾ ഇന്ന് ലഭിച്ചിട്ടുണ്ട്. അതായത് നീറ്റ് പരീക്ഷയുടെ തലേ ദിവസം ചോദ്യപേപ്പർ ലഭിച്ചിരുന്നു. ഇതിന് 30 മുതൽ 40 ലക്ഷം രൂപ വരെ നൽകേണ്ടി വന്നു എന്നതടക്കമുള്ള മൊഴികളാണ് ഇന്ന് പുറത്തു വന്നത്. ഇത് സർക്കാരിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്നുണ്ട്. ഏതായാലും ബീഹാറിലെ സംഭവങ്ങൾ ഒറ്റപ്പെട്ട സംഭവമാണ്. അതിനെ നേരത്തെ നെറ്റ് പരീക്ഷ റദ്ദാക്കിയതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമായി കൂട്ടിയിണക്കേണ്ടതില്ല എന്നാണ് സർക്കാർ വ്യക്തമാക്കുന്നത്. ഏതായാലും നിലവിലെ പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ ചില തിരുത്തൽ നടപടികളും കേന്ദ്ര സർക്കാർ കൈക്കൊണ്ടിരിക്കുന്നു എന്നതാണ് ഏറെ ശ്രദ്ധേയം. NTA-യുടെ, അതായത് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി, ഈ പരീക്ഷാ നടത്തിപ്പിന്റെ ചുമതലയുള്ള നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ സ്ട്രക്ചർ, അതോടൊപ്പം തന്നെ പരീക്ഷാ നടത്തിപ്പിലെ സുതാര്യത ഉറപ്പാക്കൽ, ഇതടക്കമുള്ള കാര്യങ്ങളിൽ ആവശ്യമായ ശുപാർശകൾ സമർപ്പിക്കാൻ ഒരു ഉന്നതതല സമിതിയെ നിയോഗിക്കുമെന്നും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ വ്യക്തമാക്കിയിരിക്കുന്നു. ഏതായാലും ജൂലൈ 8-ന് സുപ്രീം കോടതി നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട കേസുകൾ പരിഗണിക്കും. സുപ്രീം കോടതിയായിരിക്കും ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കുക. നിലവിൽ കൗൺസിലിംഗുമായി മുന്നോട്ട് പോകാൻ നേരത്തെ തന്നെ സുപ്രീം കോടതി അനുമതി നൽകിയിരുന്നു. നേരത്തെ 1563 വിദ്യാർത്ഥികളുടെ പരീക്ഷാഫലം റദ്ദാക്കിയിരുന്നു. അവർക്കുള്ള പുനഃപരീക്ഷ ഈ ജൂൺ 23-ന് നടക്കുകയും ചെയ്യും. എന്തായാലും നീറ്റ് പരീക്ഷ നിലവിലെ സാഹചര്യത്തിൽ റദ്ദാക്കില്ല എന്ന കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നു. നീറ്റ് ഉൾപ്പെടെ പരീക്ഷാ ക്രമക്കേട് വിഷയം പാർലമെന്റിൽ ഉന്നയിക്കുമെന്ന് രാഹുൽ ഗാന്ധി MP. രാജ്യത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ BJPയും RSSും ഹൈജാക്ക് ചെയ്തു. യുദ്ധങ്ങൾ വരെ നിർത്താൻ കഴിയുന്ന ഇടപെടലിന് ശേഷിയുണ്ടെന്ന് അവകാശപ്പെടുന്ന മോദിക്ക്
ചോദ്യപേപ്പർ ചോർച്ച തടയാനാവുന്നില്ലെന്നും രാഹുൽ പരിഹസിച്ചു. വർഷങ്ങൾ കഷ്ടപ്പെട്ടാണ് വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതുന്നത്. അവരുടെ ഭാവി പന്താടരുതെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. BJP states have had to deal with this. Uttar Pradesh has had to deal with this. Madhya Pradesh has been a center of this. Gujarat has been a center of this. And now they have expanded this idea to the rest of the country. This is extremely damaging to students, and it's happening because all our institutions have been captured. Our vice chancellors are placed not based on merit, but because they belong to a particular organization. And this organization and the BJP have penetrated our education system and destroyed it. What was done by Mr. Narendra Modi to the economy with demonetization has now been done to the education system. നീറ്റ് നെറ്റ് പരീക്ഷാ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്കെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഏജൻസിയുടെ കെടുകാര്യസ്ഥത കാരണം വിദ്യാർത്ഥികൾ പ്രതിസന്ധിയിലാവുകയാണ്. കേന്ദ്ര സർക്കാർ എത്രയും വേഗം ഇടപെട്ട് സുതാര്യത ഉറപ്പുവരുത്തണമെന്ന് മുഖ്യമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. നീറ്റ് നെറ്റ് പരീക്ഷകളുടെ വിശ്വാസ്യത തകർന്ന സാഹചര്യത്തിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്ന് ഡിവൈഎഫ്ഐ. രാജ്യത്തെ വിദ്യാർത്ഥികളും യുവജനങ്ങളും തെരുവിലിറങ്ങി പ്രതിഷേധിക്കുമെന്നും ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ പ്രസിഡന്റ് എ റഹീം. മലപ്പുറം തിരൂർ വയലത്തൂരിൽ 9 വയസ്സുകാരന് ദാരുണാന്ത്യം. അടുത്ത വീട്ടിലെ റിമോട്ട് കൺട്രോൾ ഗേറ്റിനുള്ളിൽ കുടുങ്ങിയാണ് മരണം. വയലത്തൂർ ചെലവിൻ സ്വദേശി അബ്ദുൽ ഗഫൂർ സജില ദമ്പതികളുടെ മകൻ മുഹമ്മദ് സിനാനാണ് മരിച്ചത്. പരിക്കേറ്റ മുഹമ്മദ് സിനാനെ കോട്ടയ്ക്കൽ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അടിമാലി 60-ാം മൈലിന് സമീപം പ്രവർത്തിക്കുന്ന സ്വകാര്യ ആന സവാരി കേന്ദ്രത്തിൽ ആനയുടെ ആക്രമണത്തിൽ 2ാം പാപ്പാൻ മരിച്ചു. കാസർഗോഡ് നീലേശ്വരം സ്വദേശി ബാലകൃഷ്ണനാണ് മരിച്ചത്. ആക്രമണത്തിൽ പരിക്കേറ്റ ബാലകൃഷ്ണനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. സ്വകാര്യ സ്പൈസസിനോട് ചേർന്നായിരുന്നു ആന സവാരി കേന്ദ്രം പ്രവർത്തിച്ചു വന്നിരുന്നത്. വെള്ളാപ്പള്ളി നടേശനെതിരെ രൂക്ഷ വിമർശനവുമായി സിപിഎം. വെള്ളാപ്പള്ളിയും കുടുംബവും RSS വൽക്കരിക്കപ്പെടുകയാണ്. രാജ്യസഭാ സീറ്റ് സംബന്ധിച്ച വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവന ഇതിന് തെളിവാണ്. സംഘപരിവാറിന്റെ കീഴ്പ്പെടുന്ന മനസ്സ് രൂപപ്പെട്ടുവരുന്നു. SNDPയിലെ ഒരു വിഭാഗം BJPക്ക് വേണ്ടി ഇടപെട്ടു. BDJS രൂപീകരണത്തിന് ശേഷം BJP ആസൂത്രിതമായി പ്ലാൻ ചെയ്ത കടന്നുകയറ്റ അജണ്ടയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടതെന്നും സിപിഎം ആരോപിക്കുന്നു. തുഷാർ വെള്ളാപ്പള്ളി BDJSന്റെ രൂപീകരണത്തോടുകൂടി BJP ആസൂത്രിതമായിട്ട് പ്ലാൻ ചെയ്ത ഈ ജനവിഭാഗങ്ങളിലേക്കുള്ള കടന്നുകയറ്റത്തിൻ്റെ അജണ്ട അവർ പതിറ്റാണ്ടായിട്ട് കൈകാര്യം ചെയ്തു വരികയാണ്. SNDP വിഭാഗം എല്ലാ രാഷ്ട്രീയ പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളെല്ലാം ഉൾച്ചേർന്ന് നിൽക്കുന്ന ഒന്നാണ്. വർഗീയവൽക്കരണത്തിലേക്ക് നീങ്ങുന്ന ഒരു വിഭാഗം BJPക്ക് വേണ്ടി സജീവമായി ഇടപെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ കാണാൻ കഴിയുന്ന വസ്തുത. SNDPയുമായിട്ട് ബന്ധപ്പെട്ടതിൻ്റെ നേതൃത്വ വിഭാഗം ഉൾപ്പെടെ ഇപ്രാവശ്യം കൈകാര്യം ചെയ്തു എന്നുള്ളത് അവർ തന്നെ വിമർശനപരമായിട്ട് പരിശോധിക്കേണ്ടതുണ്ട് എന്നാണ് ഞങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്. നല്ല രീതിയിൽ നിരവധി മേഖലയിൽ BJPക്ക് അനുകൂലമായി, RSSന് അനുകൂലമായി, സംഘപരിവാറിന് അനുകൂലമായി അത്തരം വോട്ട് മാറ്റുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനം നടന്നു എന്നുള്ളതാണ്. അപ്പോൾ ജാതി രാഷ്ട്രീയത്തിൻ്റെയും കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ താത്വികമായിട്ടെല്ലാം പറയുമെങ്കിലും സ്വത്വ രാഷ്ട്രീയത്തിൻ്റെയും കാര്യങ്ങളിൽ കേരളത്തിൽ ഇവിടെ ഈ ഇടപെടൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിട്ട് വരേണ്ടുന്ന ഒരു വിഭാഗം വോട്ട് നഷ്ടമായിട്ടുണ്ട് എന്ന കാര്യവും ഞങ്ങൾ കൃത്യമായിട്ട് കാണുകയുണ്ടായി. മുഖ്യമന്ത്രി എന്ത് ശൈലിയാണ് മാറ്റേണ്ടതെന്ന് MP ഗോവിന്ദൻ. എത്ര നാളായി ഇത് പറയുന്നു. പിണറായിയെ മാധ്യമങ്ങൾ പ്രത്യേക രീതിയിൽ അവതരിപ്പിക്കുന്നുവെന്നും അതിനൊപ്പം പാർട്ടി നിൽക്കേണ്ട കാര്യമില്ലെന്നും MP ഗോവിന്ദൻ പറഞ്ഞു. മുഖ്യമന്ത്രി എന്ത് ശൈലിയാണ് മാറ്റണ്ടേ? അല്ല, ഞാൻ ചോദിക്കുന്നത് എന്താ, നിങ്ങളിപ്പോൾ കുറേ കൊല്ലായാലോ ഇത് പറയാൻ തുടങ്ങിയിട്ട്. എന്നിട്ട് തന്നെയല്ലേ ഞങ്ങൾ 99 സീറ്റ് കിട്ടി 2ാം ഗവൺമെൻറ് വന്നത്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് കേരളത്തിൽ ഒരു ഗവൺമെൻറ് 2ാമത്തെ ഭരണത്തിൽ വരുന്നത്. അന്നും പിണറായി തന്നെയായിരുന്നല്ലോ. നിങ്ങളിപ്പോഴും കുറച്ച് ആൾ കൂടി ചേർന്നിട്ട് പിണറായിയെ ഒരു പ്രത്യേക രീതിയിൽ അവതരിപ്പിച്ച് ഒരു ജനങ്ങൾക്കിടയിൽ ഒരു ഇമേജ് വേറെ ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുകയാണ്. അതിനൊന്നും CPIM വഴങ്ങുന്ന പ്രശ്നമില്ല. വെറുതെ ആവശ്യമില്ലാത്ത രീതിയിൽ അമ്മാതിരി ചർച്ചയിലേക്ക് പോകേണ്ട കാര്യമില്ല കേട്ടോ. VV അരുണിന്റെ റിപ്പോർട്ടിലേക്ക്. 4 ദിവസം നീണ്ടുനിന്ന നേതൃയോഗങ്ങൾക്ക് ശേഷം CPM സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ വാർത്താസമ്മേളനം നടത്തുമ്പോൾ
പാർട്ടിക്ക് മുന്നണിക്കുണ്ടായ തെറ്റുകൾ ഏറ്റുപറഞ്ഞും സ്വയം വിമർശനം നടത്തിയുമുള്ള ചർച്ചകളുടെ ഒരു രത്നചുരുക്കമാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. ഏറ്റവും പ്രധാനം, ജനങ്ങളെ മനസ്സിലാക്കാൻ തങ്ങൾക്ക് സാധിച്ചില്ല. നിരവധി പ്രശ്നങ്ങൾ ജനങ്ങൾക്ക് ഉണ്ടാകുമെന്ന് തിരിച്ചറിഞ്ഞിരുന്നു. അതായത് ക്ഷേമ പെൻഷനുകൾ നിർത്തിയതടക്കം, കുടിശ്ശികൾ ഉണ്ടായതടക്കം, തടസ്സപ്പെട്ടതടക്കമുള്ള കാര്യങ്ങളിൽ ജനങ്ങൾക്ക് കൃത്യമായ എതിർവികാരമുണ്ട് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായിരുന്നു. പക്ഷേ അത് ഇത്രത്തോളം വലിയ തിരിച്ചടിയിലേക്ക് പോകുമെന്ന് ജനങ്ങളുടെ മനോഭാവം മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്ന ഒരു ഏറ്റുപറച്ചിലാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രധാനമായും നടത്തിയത്. പരാജയ കാരണങ്ങളായി അദ്ദേഹം ചൂണ്ടിക്കാട്ടിയതിലും ഒരു പ്രധാനപ്പെട്ട കാരണം അതുതന്നെയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട പരാജയ കാരണമായി ചൂണ്ടിക്കാട്ടിയത് കേന്ദ്ര സർക്കാരിനെതിരായ ജനവികാരം അത് UDFന് ഗുണം ചെയ്തു എന്ന് നേരത്തെ പറഞ്ഞ കാര്യം അദ്ദേഹം ആവർത്തിച്ചു. മറ്റൊന്ന്, ന്യൂനപക്ഷങ്ങൾ പൂർണ്ണമായും അകന്നതാണ്. അതിൽ തന്നെ മുസ്ലിം ന്യൂനപക്ഷങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയും SDPയും മുസ്ലിം ലീഗും കോൺഗ്രസിനൊപ്പം ഒരു മുന്നണി സംവിധാനം എന്ന പോലെ പ്രവർത്തിച്ചു. അവിടെ വർഗീയ ധ്രുവീകരണ ശ്രമമുണ്ടായി. അത് ഇടതുമുന്നണിയുടെ തോൽവിയുടെ ആഘാതം കൂട്ടി, ആക്കം കൂട്ടി എന്ന് CPM സംസ്ഥാന സെക്രട്ടറി പറയുന്നു. മറ്റൊന്ന്, ഇടതുപക്ഷത്തിൻ്റെ CPMന്റെ വോട്ട് ബാങ്കായ, അടിസ്ഥാന വോട്ട് ബാങ്കായ ഈഴവ സമുദായം അകന്നു. ഈഴവ സമുദായം ഉൾപ്പെടെയുള്ള ജാതി സംഘടനകൾ, സ്വത്ത് രാഷ്ട്രീയം വച്ചു പുലർത്തുന്നവരൊക്കെ വർഗീയ ശക്തികളുടെ കൂടെ പോയി, അതായത് BJPക്കൊപ്പം ഈഴവ സമുദായം പോയി, ഒരു വലിയൊരു വിഭാഗം പോയി, നേതാക്കൾ വലിയൊരു വിഭാഗം ഈഴവ സമുദായത്തെ അവിടേക്ക് കൊണ്ടുചെന്നെത്തിക്കാൻ ശ്രമം നടത്തി. BDS രൂപീകരണ കാലം മുതൽ തുഷാർ വെള്ളാപ്പള്ളിയുടെ നടത്തിയ ശ്രമങ്ങൾ ഇത്തവണ വെള്ളാപ്പള്ളിയുടെ ഭാര്യ അടക്കം യോഗങ്ങളിൽ പങ്കെടുത്തുകൊണ്ട് BJPക്ക് അനുകൂല നിലപാടാക്കി മാറ്റി. വെള്ളാപ്പള്ളിക്കും അതിൽ പങ്കുണ്ടെന്ന സൂചനയാണ് MV ഗോവിന്ദൻ നൽകിയത്. ക്രൈസ്തവ വിഭാഗങ്ങളും വലിയ രീതിയിൽ ഇടതുപക്ഷത്തെ അകറ്റി നിർത്തി അവരും BJPയിലേക്ക് പോയി. തൃശ്ശൂരടക്കം സംഭവിച്ച അതാണ്. അവരും വർഗീയ ശക്തികൾക്ക് ഒപ്പം ചിലയിടത്ത് ഭീഷണി കാരണമാണ്, ചിലയിടത്ത് മറ്റു പല കാരണങ്ങൾ കൊണ്ട് അവർക്കൊപ്പം പോയി. പാർട്ടിക്കെതിരെയും ചർച്ചകളുണ്ടായി. സംസ്ഥാന സമിതിയിൽ പാർട്ടി നേതാക്കളുടെ ശൈലിക്കെതിരെ ചർച്ചകളുണ്ടായി. അത്തരം കാര്യങ്ങളൊക്കെ തിരുത്തും. സർക്കാരിൻ്റെ മുന്നോട്ടുള്ള പോക്കിന് മുൻഗണന നിശ്ചയിക്കും. സർക്കാർ കൃത്യമായി പാർട്ടി പറയുന്നതനുസരിച്ച്, പാർട്ടിയുടെ പരിപാടി അനുസരിച്ചുള്ള നടപടികളാകും സർക്കാർ സ്വീകരിക്കേണ്ടത്. അതിൽ കൃത്യമായി തന്നെ ഏതൊക്കെ പരിപാടികൾക്ക്, പദ്ധതികൾക്ക് മുൻഗണന നൽകണമെന്ന് പാർട്ടി നിശ്ചയിച്ചു നൽകും. ആ മുൻഗണനാ പട്ടിക വൈകാതെ CPM തയ്യാറാക്കി സർക്കാരിന് കൈമാറും. പാർട്ടി നേതാക്കളുടെ പ്രവർത്തന രീതിയിലും മാറ്റം വേണമെന്ന് CPM പറയുന്നു. ജനങ്ങളിലേക്ക് ഇറങ്ങാനാണ് CPMന്റെ തീരുമാനം. ജനങ്ങളുടെ പ്രശ്നങ്ങൾ, അവരുടെ തെറ്റിദ്ധാരണകൾ അകറ്റാനായി ജനങ്ങളിലേക്ക് ഇറങ്ങും. ദേശീയ നേതാക്കളെ പങ്കെടുപ്പിച്ചുകൊണ്ട് 4 മേഖലകളിൽ ആദ്യം യോഗങ്ങൾ നടത്തും. പിന്നീട് അത് ജില്ലാടിസ്ഥാനത്തിലും അതുപോലെ തന്നെ ലോക്കൽ കേന്ദ്രങ്ങളിലും ജനങ്ങളുമായി നേരിട്ട് സംവദിക്കാനുള്ള പരിപാടിക്കും CPM തയ്യാറെടുക്കും. അതായത് ജനങ്ങളുടെ തെറ്റിദ്ധാരണ അകറ്റാൻ, ജനങ്ങൾ പാർട്ടിക്കെതിരായെങ്കിൽ അതിൽ നിന്ന് അവരെ മാറ്റാനുള്ള എല്ലാ തലങ്ങളിലുമുള്ള ഇടപെടലുകളാണ് നടത്താൻ CPM തയ്യാറെടുക്കുന്നത്. മാത്രമല്ല, മുഖ്യമന്ത്രിയുടെ ശൈലിക്കെതിരെ വലിയ വിമർശനം സംസ്ഥാന സമിതി യോഗത്തിൽ ഉയർന്നു വന്നിരുന്നു. മുഖ്യമന്ത്രിയുടെ ശൈലി സംബന്ധിച്ച് മുഖ്യമന്ത്രിക്കെതിരെ തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ, മുഖ്യമന്ത്രിക്കെതിരായ വിമർശനങ്ങൾ, ആരോപണങ്ങൾക്ക് ജനങ്ങളെ സ്വാധീനിച്ചു എന്ന് CPM തുറന്നു പറയുന്നു. അത് തിരുത്താനുള്ള ശ്രമങ്ങളുണ്ടാകും. അപ്പോഴും മുഖ്യമന്ത്രി ശൈലി മാറ്റമോ എന്ന ചോദ്യത്തിന് എന്തിനാണ് മാറ്റേണ്ടതെന്ന മറു ചോദ്യമാണ് MV ഗോവിന്ദൻ ഉന്നയിച്ചത്. മുഖ്യമന്ത്രി ശൈലി മാറ്റമല്ല, മുഖ്യമന്ത്രിക്കെതിരെ നടന്ന വലതുപക്ഷ മാധ്യമങ്ങളുടെ പിന്തുണയോടെ നടന്ന പ്രചരണങ്ങളാണ് നടന്നത്. അതിൽ ജനങ്ങളെ തെറ്റിദ്ധാരണ മാറ്റാൻ അവിടെയും ഇടപെടൽ നടത്തുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു. ഏതായാലും ഇത്രയധികം ദിവസം നീണ്ടുനിന്ന യോഗങ്ങൾക്ക് ശേഷം തെറ്റുതിരുത്തലിനും അതുപോലെ തന്നെ സർക്കാരിനും പാർട്ടിനും ഒരുപോലെ തെറ്റുതിരുത്തലിനും സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾക്ക് മുൻഗണന നിശ്ചയിക്കാനുമാണ് CPM തീരുമാനമെടുത്തിരിക്കുന്നത്. VV അരുണിന്റെ റിപ്പോർട്ടാണ് കണ്ടത്. MV ഗോവിന്ദൻ വിചാരിച്ചാൽ CPMലോ സർക്കാരിലോ ഒരു തിരുത്തലും വരുത്താനാവില്ലെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ. മുഖ്യമന്ത്രിയെ ന്യായീകരിക്കുന്ന പണി മാത്രമാണ് MV ഗോവിന്ദനുള്ളത്. ഈഴവർ എല്ലാ കാലത്തും CPMന് വോട്ട് ചെയ്യേണ്ടവരാണെന്ന ധാർഷ്ട്യമാണ് ഗോവിന്ദന്. BJPക്ക് വോട്ട് ചെയ്യുന്ന ഈഴവരെല്ലാം വർഗീയവാദികളാണെന്നാണ് MV ഗോവിന്ദൻ പറയുന്നത്. പോപ്പുലർ ഫ്രണ്ട്, ജമാഅത്തെ ഇസ്ലാമി തുടങ്ങിയ മതമൌലികവാദികളെ പ്രീണിപ്പിക്കുന്ന കാര്യത്തിൽ LDFും UDFും തമ്മിൽ മത്സരിക്കുകയാണെന്നും K സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി. തദ്ദേശ തെരഞ്ഞെടുപ്പിന് തയ്യാറാകാൻ പ്രത്യേക കർമ്മ പദ്ധതി തയ്യാറാക്കി KPCC നേതൃയോഗം. 3 ജില്ലകൾ വീതമുള്ള ക്ലസ്റ്ററുകളായി സംഘടനാ പ്രവർത്തനം നടത്താനാണ് തീരുമാനം. വിജയത്തിന്റെ ആലസ്യത്തിലേക്ക് നേതാക്കൾ പോകരുതെന്ന നിർദ്ദേശവും യോഗത്തിൽ ഉയർന്നു. അതേസമയം KPCC UDF നേതൃയോഗങ്ങളിൽ നിന്ന് K മുരളീധരൻ വിട്ടുനിന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിനു ശേഷം നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 2 യോഗങ്ങളിൽ നിന്നുമാണ് K മുരളീധരൻ വിട്ടുനിന്നത്. തിരുവനന്തപുരത്തുണ്ടായിരുന്നിട്ടും മുരളീധരൻ യോഗങ്ങളിൽ പങ്കെടുത്തില്ല. തൃശൂരിലെ തോൽവിക്ക് പിന്നാലെ തൽക്കാലത്തേക്ക് പൊതുപ്രവർത്തന രംഗത്ത് നിന്ന് വിട്ടുനിൽക്കുകയാണെന്ന് മുരളീധരൻ പ്രഖ്യാപിച്ചിരുന്നു. തൃശൂരിലെ തോൽവി പഠിക്കാൻ KPCC നിയോഗിച്ച കമ്മീഷൻ ഇന്ന് രാവിലെ മുരളിയുടെ വസതിയിലെത്തി. KC ജോസഫിന്റെ നേതൃത്വത്തിലെത്തിയ കമ്മീഷന് മുന്നിൽ പറയാനുള്ളതെല്ലാം മുരളീധരൻ പറഞ്ഞു. പക്ഷേ പരാജയത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ച ആരുടെയും പേരെടുത്ത് പറയാൻ തയ്യാറായില്ല. സംഭവിക്കാൻ പാടില്ലാത്ത തൃശൂർ സംഭവിച്ചു എങ്കിലും അതൊന്നും വരാൻ പോകുന്ന പഞ്ചായത്തിനെയോ നിയമസഭയോ ബാധിക്കാൻ പാടില്ല. കാരണം തൃശ്ശൂര്
ജയിച്ചാൽ മാത്രമേ കേരളത്തിൽ UDF-ന് ഭരിക്കാൻ കഴിയൂ. അതുകൊണ്ട് ഈ പാർലമെന്റ് ഇലക്ഷനിൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ ആവർത്തിക്കാതെ നോക്കുകയും ലോക്കൽ ബോഡിയിലും അസംബ്ലിയിലും UDF തൃശൂർ ജില്ലയിൽ തിരിച്ചു വരാനും ഉള്ള ഇവരെടുക്കുന്ന ഏത് നിലപാടിനും എന്റെ പിന്തുണയുണ്ടാവും. മുരളി പറഞ്ഞ കാര്യങ്ങൾ അന്വേഷണ കമ്മീഷനും ബോധ്യപ്പെട്ടിട്ടുണ്ടെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു KC ജോസഫിന്റെ പ്രതികരണം. തൃശൂരിലെ പരാജയം ഒരു വലിയ ആഘാതമാണ് കോൺഗ്രസിനേറ്റത്. ഒരിക്കലും പ്രതീക്ഷിച്ചല്ല. കെ മുരളീധരനെ പോലെയുള്ള ഒരു പ്രഗത്ഭനായ സ്ഥാനാർത്ഥി അവിടെ 3ാം സ്ഥാനത്താകുക എന്ന് പറയുന്നത് ചിന്തിക്കാൻ സാധിക്കുന്ന കാര്യമല്ല. അതിന്റെ കാരണം കണ്ടെത്തലാണ് ഞങ്ങളുടെ ചുമതല. ഞങ്ങൾ ആ ചുമതല നിർവഹിക്കും. പക്ഷെ തൃശൂരിലെ പരാജയം എന്ന് പറയുന്നത് കേരളത്തിലെ കോൺഗ്രസിന് UDF-നുണ്ടായ വലിയ ആഘാതമാണ്. KPCC നേതൃയോഗത്തിൽ തൃശൂർ, ആലത്തൂർ സീറ്റുകളിലെ പരാജയം സംബന്ധിച്ച വിഷയം ഉയർന്നു വന്നു. എന്നാൽ വിശദമായ ചർച്ച യോഗത്തിലുണ്ടായില്ല. തോൽവി പഠിക്കാനുള്ള അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ട് ലഭിച്ച ശേഷം കൂടുതൽ ചർച്ചയാകാമെന്നാണ് നേതൃത്വത്തിന്റെ നിലപാട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് സമാനമായി ഭരണവിരുദ്ധ വികാരം മുതലെടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പിലും നേട്ടമുണ്ടാക്കാനുള്ള കർമ്മപദ്ധതി നേതൃയോഗത്തിൽ തയ്യാറായി. 3 ജില്ലകൾ വീതമുള്ള സോണുകൾ തിരിച്ച് മുതിർന്ന നേതാക്കൾക്ക് ചുമതല നൽകും. വാർഡ് കോൺഗ്രസ് UDF കമ്മിറ്റികളുടെ തീരുമാനത്തിന് മുൻഗണന നൽകിയാകും ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയം. ന്യൂസ് 18 തിരുവനന്തപുരം. UDF യോഗത്തിൽ സംസാരിക്കാൻ അവസരം നൽകാത്തതിൽ അതൃപ്തി പ്രകടിപ്പിച്ച രമേശ് ചെന്നിത്തല UDF നേതാക്കൾക്കും MPമാർക്കുമായി പ്രതിപക്ഷ നേതാവ് ഒരുക്കിയ വിരുന്നിൽ പങ്കെടുക്കാതെ ചെന്നിത്തല മടങ്ങി. ചെന്നിത്തലയെ ഒഴിവാക്കിയതിൽ ഘടകകക്ഷി നേതാക്കൾക്കും അതൃപ്തിയുണ്ട്. കെ രാധാകൃഷ്ണന് പകരം മാനന്തവാടി MLA OR കേളു പിണറായി മന്ത്രിസഭയിലേക്ക്. കേളു പട്ടികജാതി പട്ടികവർഗ ക്ഷേമ മന്ത്രിയാകും. കേളുവിന്റെ സത്യപ്രതിജ്ഞ ഞായറാഴ്ച നടന്നേക്കും. ഞായറാഴ്ച ഉച്ചയ്ക്ക് ശേഷം നടത്താനാണ് നീക്കം. ഇതിനായി സർക്കാർ ഗവർണറോട് സമയം ചോദിച്ചു. മന്ത്രിമാരുടെ വകുപ്പുകളിലും മാറ്റമുണ്ട്. പാർലമെന്ററി കാര്യ വകുപ്പ് MP രാജേഷിന് നൽകും. VN വാസവനാണ് ദേവസ്വം വകുപ്പിന്റെ പുതിയ ചുമതല. ഏൽപ്പിച്ച ഉത്തരവാദിത്തം മികച്ച രീതിയിൽ നടപ്പാക്കുമെന്ന് OR കേളു പറഞ്ഞു. വകുപ്പിന് വേണ്ടി മികച്ച പ്രവർത്തനം നടത്താൻ ശ്രമിക്കുമെന്ന് നിയുക്ത പട്ടികജാതി പട്ടികവർഗ വികസന മന്ത്രിയായ OR കേളു. കെ രാധാകൃഷ്ണൻ തുടങ്ങിവെച്ച പ്രവർത്തനം നല്ല രീതിയിൽ പൂർത്തിയാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. വീണ വിജയനെതിരെ പുതിയ ആരോപണവുമായി മാത്യു കുഴൽനാടൻ. അനാഥാലയങ്ങളിൽ നിന്നും വീണ വിജയൻ മാസപ്പടി കൈപ്പറ്റി. രജിസ്ട്രാർസ് ഓഫ് കമ്പനീസിന്റെ രേഖകളിൽ മാസപ്പടി വാങ്ങിയെന്ന് വ്യക്തമാണ്. മാത്യു കുഴൽനാടൻ സഭയിൽ രേഖകൾ ഉയർത്തിക്കാട്ടി. മാത്യുവിന്റെ മൈക്ക് സ്പീക്കർ ഓഫ് ചെയ്തു. മാത്യു കുഴൽനാടൻ സ്ഥിരമായി പാടുന്ന പല്ലവിയാണ് എന്ന് സ്പീക്കർ വിശദീകരിച്ചു. സമൂഹമാധ്യമങ്ങളിൽ കയ്യടി കിട്ടാനാണ് സ്ഥിരമായി മാസപ്പടി വിഷയം ഉന്നയിക്കുന്നത്. കോടതിക്ക് മുൻപാകെയുള്ള വിഷയം സഭയിൽ സംസാരിക്കരുതെന്ന് സ്പീക്കർ നിർദ്ദേശിച്ചു. താൻ ഏത് വിഷയം സംസാരിക്കണമെന്ന് താനാണ് തീരുമാനിക്കേണ്ടതെന്നായിരുന്നു മാത്യു കുഴൽനാടന്റെ മറുപടി. മാത്യു കുഴൽനാടന്റെ പരാമർശം സഭാരേഖകളിൽ ഉണ്ടാകില്ലെന്ന് സ്പീക്കർ അറിയിച്ചു. ക്ഷേമ പെൻഷനെ ചൊല്ലി സർക്കാരും പ്രതിപക്ഷവും തമ്മിൽ നിയമസഭയിൽ വാക്പോര്. 5 മാസത്തെ കുടിശ്ശികയിൽ ഒരു ഗഡു ഈ മാസം തന്നെ നൽകുമെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. ക്ഷേമ പെൻഷനിൽ കുടിശ്ശികയില്ലെന്ന് പറയുന്നത് കുടിശ്ശിക കൊടുക്കാതിരിക്കാനുള്ള കൗശലമാണെന്ന് VD സതീശൻ ആരോപിച്ചു. മലപ്പുറത്ത് +1 സീറ്റ് പ്രതിസന്ധി അതിരൂക്ഷം. എല്ലാ വിഭാഗങ്ങളിലെയും ബാക്കിയുള്ള സീറ്റുകളുടെ എണ്ണം കണക്കാക്കുമ്പോൾ 15,000-ത്തിലധികം കുട്ടികൾക്ക് സീറ്റ് കിട്ടാത്ത നിലയാണ്. അധികം സീറ്റല്ല, ബാച്ചാണ് വേണ്ടത് എന്ന ആവശ്യമുന്നയിച്ച് MSF KSU പ്രവർത്തകർ ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടറുടെ ഓഫീസിൽ പ്രതിഷേധം നടത്തി. ഓഫീസ് പൂട്ടിയിടാനുള്ള ശ്രമം പോലീസ് തടഞ്ഞു. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ന്യൂസ് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നമസ്കാരം. പട്ടികവർഗ ക്ഷേമം സംബന്ധിച്ച നിയമസഭാ സമിതി